സാർ നമ്മളിങ്ങനെ ഈ മൂവീനെ കാരണം മൂവി ആയിട്ടാവുമ്പോൾ കുറെ കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞു അല്ലെ, ഈ കിസ്നോ അങ്ങോട്ട് പറഞ്ഞിട്ട് ഒരു മൂവി വരുന്നുണ്ടെന്ന് അല്ലെ, അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? എന്ത് ഇതുപോലെ ഒരു കംപ്ലീറ്റ് ഒരു സ്റ്റോറി ഉണ്ടോ അതോ പർട്ടിക്കുലർ എന്തെങ്കിലും ഇപ്പോ നേരത്തെ ബോർഡറിന്റെ പറഞ്ഞ പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും പർട്ടിക്കുലർ ഒരു ബാറ്റിലിനെ പറ്റിയിട്ട് തന്നെയാണോ പറയണേ? ബാറ്റിൽ ഓഫ് ബസന്തറിനെ ബേസ് ചെയ്തിട്ടാണ്. ബാറ്റിൽ ഓഫ് ബസന്തർ അല്ലേ? ബാറ്റിൽ ഓഫ് ബസന്തറിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കിസ് എന്ന് പറയുന്ന ഈ മൂവി വരുന്നത്. നമ്മുടെ അതിന്റെ ഹീറോ അമിതാഭ് ബച്ചന്റെ മകളുടെ മകനാണ്. അവനാണ് അതിന്റെ ഹീറോ ആവുന്നത്. അപ്പൊ ബാറ്റിൽ ഓഫ് ബസന്തർ 1971 ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധമായിരുന്നു. ഓക്കെ. അത് ഏത് ഭാഗത്താണ് ഡിപ്ലോയ് ചെയ്ത്? പഞ്ചാബിലാണ്. അപ്പൊ ഈ ബാറ്റിൽ ഓഫ് ബസന്തറിന്റെ ഒരു ഭാഗം കംപ്ലീറ്റ് ഓപ്പറേഷനാണ് നമ്മൾ ബാറ്റിൽ ഓഫ് ബസന്തർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇന്ത്യയുടെ ഏറ്റവും ഒരു നെർവ് സെന്റർ തന്നെ വേണം പറയാൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയാണ് നമ്മുടെ പഞ്ചാബ്. അവിടെയാണല്ലോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള അഗ്രികൾച്ചറും പരിപാടിയൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു ചെറുതായിട്ടൊരു മാപ്പ് ഒന്ന് പറയണം. അതിൻ്റെ മാപ്പ് എങ്ങനെയാണ് ഇതിന്റെ ലേ ഔട്ട് എന്ന് പറയുന്നത്. പഠാൻകോട്ട് എന്ന് പറയുന്ന സ്ഥലം പഞ്ചാബില്, അത് നമ്മുടെ ഒരു റെയിൽവേ ഹെഡാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ സോണാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ അമ്യൂണേഷൻ ഡംപ് ഉള്ളത്, പെട്രോൾ ഡംപ് ഉള്ളത്. അവിടെയാണ് സപ്ലൈ എല്ലാ കാശ്മീരിലേക്കും ഹിമാചൽ പ്രദേശിലേക്കും ഒക്കെയുള്ള സപ്ലൈ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു വലിയ പ്രാധാന്യം ട്രാൻസിറ്റ് ക്യാമ്പ് ഉണ്ടായിരുന്നു അവിടെ. ജവാന്മാരൊക്കെ അവിടെയാണ് ലീവ് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യുക അന്ന്. എന്നിട്ട് പിന്നെ അവിടെ നിന്നാണ് അവരെ കൊണ്ടുപോകും. കാശ്മീർ മിലിറ്ററി കഥകളിലും കേൾക്കുന്ന ഒരു പേരും കൂടിയാണല്ലോ അല്ലേ? അതെ, പഠാൻകോട്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷൻ. അപ്പൊ നമ്മൾ അവിടെ പോയിരുന്നു, കഴിഞ്ഞ മാസം ഞങ്ങൾ പോയിരുന്നു, ഞാൻ ഇന്നലെയും പോയിരുന്നു. അപ്പോൾ ഈ പഠാൻകോട്ടിൽ നിന്ന് ഒരു റോഡ് പോകുന്നുണ്ട്. ആ റോഡ് പോകുന്നത് മാധവ്പൂർ, സാംബ, കട്ടുവ എന്നൊക്കെ പറയുന്ന ആ ഭാഗത്ത് കൂടെ പോയിട്ടാണ് പിന്നെ ജമ്മുവിലേക്ക് പോകുന്നു. ജമ്മുവിലേക്ക് പോകുന്നു. പിന്നെ അവിടെ നിന്നാണ് ശ്രീനഗറിലേക്കൊക്കെയുള്ള സപ്ലൈയും പരിപാടി എല്ലാം പോകുന്നത് അവിടെയാണ്. അപ്പോൾ അവിടെ രണ്ട് പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ട്. ഒന്ന് ജമ്മു ആൻഡ് കാശ്മീർ, മറ്റത് അമൃത്സർ. അപ്പോൾ ഇവിടെ ജമ്മു ആണെങ്കിൽ അമൃത്സർ ഇവിടെ. ഈ കംപ്ലീറ്റ് ഏരിയ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയാണ്. അപ്പോൾ ഈ ഏരിയയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ 1 കോർ എന്ന് പറയുന്ന കോറിനെ പറ്റി ഞാൻ നേരത്തെ വിവരിച്ചല്ലോ. ഈ 1 കോറിൻ്റെ ഒഫൻസീവ് പ്ലാനായിരുന്നു ഇവിടെ. അപ്പോൾ എന്താ ഉണ്ടാവുക, ഇവിടെ ഒരു ഷക്കർഗഡ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതൊരു ഇങ്ങനെ ഒരു ബലൂൺ മാതിരിയാണ് കിടക്കുന്നത്. ഷക്കർഗഡ് ബൾജ് എന്ന് പറയും. ഈ ഷക്കർഗഡ് ബൾജ് എന്ന ഈ പറയുന്ന റോഡ് 8 കിലോമീറ്റർ ഉള്ളൂ. പഠാൻകോട്ടിൽ നിന്ന് ജമ്മുവിലേക്ക് പോകുന്ന ഈ റോഡ് 8 കിലോമീറ്ററാണ്. ഈ 8 കിലോമീറ്റർ വന്ന് ഇവർ ഈ റോഡിനെ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാശ്മീർ പോയി എന്ന് വേണം പറയാൻ. നമുക്കൊന്നും ചെയ്യാനില്ല, യാതൊന്നും ചെയ്യാനില്ല. ജമ്മു വിൽ ഗെറ്റ് ഐസൊലേറ്റഡ്, ജമ്മു കാശ്മീർ വിൽ ഗെറ്റ് ഐസൊലേറ്റഡ്. പിന്നെ അവർക്ക് ഓപ്ഷൻ ഉണ്ട്, അവിടെ നിന്ന് നേരിട്ടിട്ട് പിന്നെ പഞ്ചാബിലേക്ക് പോകും, പഞ്ചാബിൽ അമൃത്സറിലേക്ക് പോകും. അപ്പോൾ അമൃത്സറിൽ ഒരു നമ്മളുടെ 15 ഡിവിഷൻ എന്ന് പറയുന്ന ആ ഡിവിഷനാണ്. ജമ്മുവിൽ 26 ഇൻഫൻട്രി ഡിവിഷനുമാണ്. പിന്നെ വേറൊരു 39 ഡിവിഷനും കൂടിയുണ്ട്. അപ്പോൾ ഇവിടെ പാകിസ്ഥാന്റെ പ്ലാൻ എന്ന് വെച്ചാൽ അവരുടെ 1 കോർ അതൊരു ഒഫൻസീവ് ഫോർമേഷനാണ്. ആ 1 കോർ ഉപയോഗിച്ചിട്ട് ഈ ഷക്കർഗഡ് ബൾജിനെ പിടിച്ചെടുക്കുകയും അവിടുന്ന് ഓപ്പറേഷൻ ഫർദർ ഡെവലപ്പ് ചെയ്തിട്ട് ജമ്മുവിലേക്ക് തിരികെയോ അല്ലെങ്കിൽ അമൃത്സറിലേക്ക് തിരികെ, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ അവർക്കുണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾക്ക് ഈ സ്ഥലം വിട്ടു കൊടുക്കാൻ പറ്റില്ല. കാരണം അത്രയും മർമ്മപ്രധാനമായിട്ടുള്ള സ്ഥലം. മർമ്മപ്രധാനമായിട്ടുള്ള, അതാണ് കറക്റ്റ് വാക്ക്. അത്ര മർമ്മപ്രധാനമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ 1 കോർ എന്ന് പറയുന്നത് ഒരു ഒഫൻസീവ് ഫോർമേഷനാണ് അന്ന്. ഇന്നത്തെ റോള് ഞാൻ പറയുന്നില്ല. അപ്പോൾ അന്ന് ഒരു ഒഫൻസീവ് റോളായിരുന്നു. അപ്പോൾ അതിൽ 2 ഡിവിഷൻസ് ഉണ്ട്. ഒന്ന് 36 ഇൻഫൻട്രി ഡിവിഷൻ, ഒന്ന് 54 ഇൻഫൻട്രി ഡിവിഷൻ. 39 ഡിവിഷനും അവിടെ തന്നെയാണ്, ആ സാംബ ഏരിയയിൽ, ആ ഭാഗത്താണ്. അപ്പോൾ ഈ 3 ഡിവിഷൻ ഉപയോഗിച്ചിട്ട് 1 കോർ അഥവാ നമ്മൾ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അവരെ ഒരു സ്ഥലത്ത് നിന്ന് ബ്ലോക്ക് ചെയ്യുകയും മറ്റുള്ള 1 or 2 ഡിവിഷൻ ഉപയോഗിച്ചിട്ട്, അപ്പോൾ 5 ഡിവിഷൻ ആയല്ലോ. 15 ഡിവിഷൻ ഉണ്ട്, 26 ഡിവിഷൻ ഉണ്ട്, 54 ഡിവ് ഉണ്ട്, 36 ഡിവ് ഉണ്ട്, 39 ഡിവ് ഉണ്ട്, അങ്ങനെ 5 ഡിവിഷൻ ഉണ്ട്. അപ്പോൾ 15 ഡിവ് 26 ഡിവ്, അതിൻ്റെ ഇടയിലാണ് ബാക്കിയുള്ള 3 ഡിവിഷനും കോൺസെൻട്രേറ്റ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഇവർ 36 ഡിവിനെ ആ ഭാഗത്തേക്ക് ഡിപ്ലോയ് ചെയ്ത തൽക്കാലം ടെമ്പററി ഡിപ്ലോയ്മെൻ്റ് ആണ്. അവിടെ ഡിപ്ലോയ് ചെയ്യുന്നത് വരികയാണെന്നുണ്ടെങ്കിൽ 54 ഡിവിഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അവരെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാം. ഇനി 54 ഡിവിഷൻ ആണെങ്കിൽ 36 ഡിവ് ചെയ്യും,
36 ഡിവിഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 39 ഡിവിഷൻ ഇത് ചെയ്യാം. ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ പ്ലാൻ. ഓക്കെ. അപ്പോൾ എന്തോ കാരണവശാലേ പാകിസ്ഥാൻ്റെ 1 കോർ, അപ്പോൾ ആ പാകിസ്ഥാനിലെ 1 കോറിൽ അവർ ആർമർ പ്രിഡോമിനൻ്റ് ആണ്. ആ 1 കോറിൻ്റെ അറ്റാക്ക് കുറച്ചൊന്ന് ഡിലേ ആയി. ഓക്കെ. ഒരു 4 ദിവസം ഡിലേ ആയി. അപ്പോൾ അവിടത്തെ ആ ഓപ്പറേഷൻ പ്ലാൻ 1 കോറിൻ്റെ കോർ കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ കെ കെ സിംഗ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ 4 ദിവസം നമ്മളെ പറ്റിയിട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. ഇപ്പം നമ്മളിവരെ ആക്രമിക്കണം. ഇപ്പം നമ്മളിവരെ ആക്രമിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് അദ്ദേഹം 2 ഡിവിഷൻസിനെ നോമിനേറ്റ് ചെയ്തു. ഒന്ന് 54 ഇൻഫൻട്രി ഡിവിഷനും ഒന്ന് 39 ഇൻഫൻട്രി ഡിവിഷനും. അപ്പോൾ ബസന്തർ റിവർ എന്ന് പറയുന്ന ഒരു റിവറുണ്ട്. ചക്കർഗഡ് നമ്മൾ പോയിട്ട് അത് കഴിഞ്ഞാൽ ബസന്തർ റിവർ എന്ന് പറയുന്ന ഒരു റിവറുണ്ട്. ഈ ബസന്തർ റിവർ എന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ജമ്മുവിലേക്ക് അവിടെ പോകുമ്പോൾ അവിടെ വേറൊരു റിവറുണ്ട്, ചന്ദ്രഭാഗ എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു റിവറുണ്ട്. അപ്പോൾ ഈ റിവറിനെ ഒക്കെ ഉണ്ടല്ലോ, ഈ റിവറിനെ ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം റിവർ ഇപ്പോൾ ഒരു റിവറാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ റിവറിൻ്റെ അങ്ങേ ഭാഗത്ത് ഇവർ ആൻറ്റി ടാങ്ക് മൈൻസ് കൊണ്ടുവയ്ക്കും. ആൻറ്റി ടാങ്ക് മൈൻസ് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാങ്കുകൾ പോകുമ്പോൾ ടാങ്കുകളിൽ ന്യൂട്രലൈസ് ആവും. ഓക്കെ. അപ്പോൾ ഒരു റിവറൈൻ ഇതാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടുത്തെ റിവർ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും വീതിയില്ലാത്ത റിവേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് അറിയോ? നമ്മൾ ആദ്യം അപ്പോൾ ഈ ആൻറ്റി ടാങ്ക് മൈൻ ഫീൽഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ റിവർ നമ്മൾ ക്രോസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു ബ്രിഡ്ജ് ചെയ്തിട്ട് നമ്മളിത് ക്രോസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ശേഷം ഈ ആൻറ്റി ടാങ്ക് മൈൻസിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ഇൻഫൻട്രി പോയിട്ട് അറ്റാക്ക് ചെയ്യും അങ്ങോട്ടേക്കും. അപ്പോൾ ആൻറ്റി ടാങ്ക് മൈൻ വെച്ചുള്ളതിൻ്റെ മുന്നിൽ അവിടെ ഇൻഫൻട്രി ഉണ്ടാവും, അവിടെ ആർമർ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ ഇത് ക്രോസ് ചെയ്തിട്ട് ഈ മൈൻ ഫീൽഡിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ഡിലേ ആവുമല്ലോ. അപ്പൊ മൈൻ ഫീൽഡിന്റെ ഉള്ളിൽ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു സേഫ് ലൈൻ ഉണ്ടാക്കണം. ടാങ്കിന് പോകാനായിട്ട് ഒരു സേഫ് ലൈൻ ഉണ്ടാക്കണം. അല്ല, അപ്പൊ അത് ഇൻഫൻട്രിക്കാർ പോയി കഴിഞ്ഞതിന് ശേഷം ഈ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ, അവര് ഈ മൈൻസിനെ ക്ലിയർ ചെയ്യും. ഒരു സേഫ് ലൈൻ ഉണ്ടാക്കിയിട്ട് പിന്നെ ആണ് ഈ ടാങ്കുകൾ സിംഗിൾ ലൈനായിട്ടാണ് ഇതിൽ കൂടെ പോവുക. അപ്പൊ ഈ ഒരു ടാങ്കിന് പോകാവുന്ന രീതിയിൽ വഴി ക്ലിയർ ചെയ്യും. കറക്റ്റ്, അബ്സല്യൂട്ട്ലി. അപ്പൊ ഈ ടാങ്കുകൾ ഇങ്ങനെ പോകുമ്പോൾ ഇൻഫൻട്രിക്കാരാണ് ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. പോകാനുള്ള വഴി ഈ എഞ്ചിനീയർ റെജിമെന്റുകൾ എഞ്ചിനീയേഴ്സാണ് ഉണ്ടാക്കുക. അവർ മൈൻസിനെ ക്ലിയർ ചെയ്തിട്ട് പോകും. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്രിഡ്ജ് ഹെഡിൽ അപ്പോൾ ബ്രിഡ്ജ് ഹെഡ് പ്രൊട്ടക്ഷൻ ആർമർ കൊണ്ട് ഒരു കൂട്ടം ആർമറാണ്. ഈ ആർമറും ഇൻഫൻട്രിക്കാരും കൂടെ പോയിട്ട് ഇങ്ങനെ ഡിപ്ലോയ് ചെയ്യും, വട്ടത്തിൽ ഇങ്ങനെ അങ്ങോട്ട് ഡിപ്ലോയ് ചെയ്യും. അപ്പോൾ ഇവിടെ റിവർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ തൊട്ട് മുന്നിൽ പോയിട്ട് ഇവരിങ്ങനെ ഒരു സെമി സർക്കുലർ ഫാഷനിൽ അവർ ഡിപ്ലോയ് ചെയ്യും. അപ്പോൾ അവിടുന്ന് ആരെങ്കിലും അറ്റാക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർ ന്യൂട്രലൈസ് ചെയ്തു. അത് സ്റ്റെബിലൈസ് ചെയ്താൽ പിന്നെ വരുന്ന ആർമർ ഉണ്ടല്ലോ, അവരെ ബ്രേക്ക് ഔട്ട് ആർമർ എന്ന് പറയും. അവർ ഈ ടാങ്കിന്റെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് മുന്നോട്ട് പോകും. എന്നിട്ട് ശത്രുക്കളുടെ അവരുടെ ഏരിയ ഉണ്ടല്ലോ, അവർ ഡിപ്ലോയ് ചെയ്തിട്ടുള്ള അവരുടെ ഈ ഡിഫൻസസിനെ ഈ ടാങ്കിൽ പോയിട്ട് വളയും. അപ്പൊ എന്നിട്ട് അവരെ വളഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും സമ്മതിക്കില്ല, ഇവിടെ അങ്ങോട്ട് പോകാനും സമ്മതിക്കില്ല. 4 ചുറ്റുന്ന ടാങ്കുകളാണല്ലോ. എന്നിട്ട് ഇവർ ഇവിടെ നിന്നിട്ട് ഇവരെ ഫയർ ചെയ്തിട്ട് ഇവരെ കുറേശ്ശായിട്ട് ന്യൂട്രലൈസ് ചെയ്യും. അപ്പൊ ആ പ്രൊസീജിയറിനെ നമ്മൾ ആദ്യം ഐസൊലേഷൻ എന്ന് പറയും. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രോങ് ആയിട്ടല്ല. പിന്നെ ഐസൊലേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാന്ന് വെച്ചാൽ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള ആ ഒരു പരിപാടിയാണ് ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് നമ്മൾ എങ്ങനെ ചെയ്യാം. അപ്പൊ ഈ ബ്രിഡ്ജ് ഹെഡിലാണ് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഓപ്പറേഷൻ നടക്കുന്നത്. അപ്പൊ ഈ ഓപ്പറേഷന് ആയിട്ട് 54 ഡിവിൻ്റെ അപ്പോൾ 39 ഡിവിൻ്റെ പ്രോഗ്രസ് വളരെ സ്ലോ ആയിരുന്നു. അവർക്ക് കൊടുത്ത ടാർഗറ്റുകളൊന്നും പെട്ടെന്നൊന്നും ക്ലിയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ 54 ഡിവിഷനിലെ ഒരു ബറ്റാലിയൻ ആയിരുന്നു 6 മദ്രാസ്. ആ 6 മദ്രാസിലത്തെ വലിയൊരു ഹവിൽദാർ ഉണ്ടായിരുന്നു, ഹവിൽദാർ ഫിലിപ്പോസ്. അദ്ദേഹം പിന്നീട് സുബേദാർ മേജർ ഹോണറി ക്യാപ്റ്റനായിട്ട് റിട്ടയർ ചെയ്താണ്. ഹവിൽദാർ ഫിലിപ്പോസ് ഇസ് ദ ഓൺലി മഹാവീർ ചക്ര അവാർഡി ഫ്രോം കേരള. ആ യുദ്ധത്തില് മലയാളിയാണ്. അപ്പൊ കഴിഞ്ഞിട്ടേ മരിച്ചത്, മരിച്ചിട്ട് അധികം നാളായിട്ടില്ല. അപ്പൊ അദ്ദേഹം ഒരു പ്ലട്ടൂണിന്റെ കമാൻഡർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ടാസ്ക് കൊടുത്തു. ആ ടാസ്ക് ഭംഗിയായിട്ട് ക്ലിയർ ചെയ്തു. അപ്പോൾ 5-6 ബങ്കേഴ്സ് പിടിച്ചെടുത്തു. MMG 2 MMG മറ്റേ അദ്ദേഹം ന്യൂട്രലൈസ് ഒക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കഥ ഒരു വലിയൊരു കഥയാണ്. അപ്പോൾ ഒന്ന് 6 മദ്രാസ് ആയിരുന്നു. പിന്നെ ഇവരോടൊപ്പം വേറെ ഒന്ന് 3 ഗ്രനേഡിയേഴ്സ് എന്ന് പറയുന്ന ഇൻഫൻട്രി ബറ്റാലിയൻ. അപ്പോൾ 3 ഗ്രനേഡിയേഴ്സ് ഒരു ഒബ്ജക്റ്റീവ് കൊടുത്തിരുന്നു. അപ്പോൾ ഈ ബസന്തർ ഏരിയനെ നമ്മൾ ബസന്തർ എന്നും പറയും,
പാകിസ്ഥാനികൾ ഇതിനെ ബെഡാപ്പിണ്ട് എന്നാണ് പറയുക. ബെറാപ്പിണ്ട് എന്നാ എഴുതുക. ബെഡാപ്പിണ്ട് എന്ന് വെച്ചാൽ വലിയ ഗ്രാമം, ബെഡാച്ച വലിയ, പിണ്ടെച്ച ഗ്രാമം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ സരൽചക്ക് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു. ആ സരൽചക്ക് ഏരിയയാണ് ഈ 6 മദ്രാസിന് കൊടുത്തത്. ഈ 3 ഗ്രനേഡിയേഴ്സ് ഉണ്ടല്ലോ, ഇൻഫൻട്രി, അവർക്ക് ഈ ബ്രിഡ്ജ് പ്രൊട്ടക്ഷൻ്റെ ഒരു ടാസ്ക് കൊടുത്തു. അങ്ങനെ അത് ടാസ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് വേറെ ഒരു ഒബ്ജക്റ്റീവ് അറ്റാക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു. അവരാ ഒബ്ജക്റ്റീവ് വളരെ വീറും വാശിയും എന്നൊക്കെ പറയുന്ന അതൊക്കെ ചെയ്തിട്ട് അവരത് പിടിച്ചെടുത്തു. അത് പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് 5 തവണ പാകിസ്ഥാനികൾ ടാങ്കുകളും ഇൻഫൻട്രിക്കാരും കൂടെ 5 തവണ കൗണ്ടർ അറ്റാക്ക് ചെയ്തു. 5 തവണ. അപ്പോൾ അവിടുത്തെ 3 ഗ്രനേഡിയേഴ്സിൻ്റെ ചാർലി കമ്പനിയുടെ കമാൻഡറായിരുന്നു മേജർ ഹുഷിയാർ സിംഗ്. അപ്പോൾ ഒരു കമ്പനിയിൽ 120 ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ഈ 120 ആൾക്കാരെ വെച്ച് അദ്ദേഹം 5 കൗണ്ടർ അറ്റാക്ക് പാകിസ്ഥാന്റെ അത് ആർമറും ഇൻഫൻട്രിയും കൂടിയിട്ടുള്ള അറ്റാക്കാണ്. അപ്പൊ ഇദ്ദേഹം ഒരു ട്രെഞ്ചിൽ നിന്ന് വേറൊരു ട്രെഞ്ചിലേക്ക് പോവുക, അവിടുന്ന് വേറൊരു ട്രെഞ്ചിലേക്ക് പോവുക. അതിനിടെ 3 തവണ വെടികൊണ്ടു ഹുഷിയാർ സിംഗിന്. പക്ഷെ 1 ഇഞ്ച് സ്ഥലം വിട്ടുകൊടുത്തില്ല. അറ്റാക്ക് ബീറ്റ് ചെയ്തു. അവസാനം ഇഞ്ചേർഡായി, ക്രിട്ടിക്കൽ ഇഞ്ചേർഡായി. ബട്ട് ഈ സർവൈവ്. മേജർ ഹുഷിയാർ സിംഗിന് അതായത് 1971 ഓപ്പറേഷനിൽ ജീവനോടെ തിരിച്ചു വന്ന പരംവീർ ചക്ര അവാർഡിയാണ് മേജർ ഹുഷിയാർ സിംഗ്. അപ്പൊ ഇവർ വളരെ 3 ഗ്രനേഡിയേഴ്സ് വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനിലായി. അവിടെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്ന ബറ്റാലിയൻ്റെ പേരാണ് 17 ഹോഴ്സ് അഥവാ പൂന ഹോഴ്സ് എന്ന് പറയുന്ന റെജിമെന്റ്. ഈ റെജിമെന്റിന്റെ കമാൻഡിങ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ ഹനൂജ് സിംഗ് എന്ന് പറയുന്ന വളരെ ധീരനും ബുദ്ധിയുള്ള ബ്രൈറ്റായിട്ടുള്ള ഒരു എക്സെപ്ഷണൽ ഓഫീസറായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കാരണവശാലും നമ്മൾ പിന്മാറില്ല. അപ്പോൾ 3 ഗ്രനേഡിയേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള ടാസ്ക് കൊടുത്തത് ഈ 17 പൂന ഹോഴ്സിലെ ഒരു സ്ക്വാഡനാണ്. അതിൽ 2 ട്രൂപ്പുകളാണ് ഇവരെ ശരിക്കും 3 ഗ്രനേഡ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എത്തിയത്. ബാക്കിയുള്ളൊരു പിന്നിലാണ്. അപ്പം നമ്മൾ 4 പിന്നെ ഒരു സ്ക്വാഡനിൽ 4 ട്രൂപ്പുകളാണ്. ഒരു സ്ക്വാഡനിൽ 14 ടാങ്കാണ്. അപ്പോൾ അതിൽ 4 ട്രൂപ്പ് ഉണ്ടാവും. ഒരു ട്രൂപ്പിൽ 3 ടാങ്ക്. അപ്പോൾ 4 3 12. പിന്നെ 2 കമാൻഡ് ടാങ്കുകളാണ്. ഒന്നിൽ സ്ക്വാഡിന്റെ ടൂവേഴ്സ് ഉണ്ടാവും, ഒന്നിൽ സ്ക്വാഡിന്റെ കമാൻഡർ ഉണ്ടാവും. അപ്പോൾ ടാങ്കിനെ തന്നെ എല്ലാവരും ടാങ്കിലാണ്. അവര് ഇതിന്റെ കൂടെ മൂവി തന്നെയാണ്. നോ വേ, ടാങ്കിലാണ് ഇവരൊക്കെ. അപ്പൊ അതിനകത്തുള്ള ഒരു ട്രൂപ്പില് 3 ടാങ്കുകളിലും ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരു ഓഫീസറുടെ പേര് ക്യാപ്റ്റൻ മൽഹോത്ര എന്നായിരുന്നു. വേറെ ഒരു ടാങ്കിലായിരുന്നു 2nd ലഫ്റ്റനന്റ് അരുൺ കേത്രപാൽ. വേറെ ഓഫീസറുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ക്യാപ്റ്റൻ മൽഹോത്രയുടെ ടാങ്കിന് ആദ്യം തന്നെ ഹിറ്റായി. അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ടാങ്ക് ഹിറ്റായി. അത് കാഷ്വാലിറ്റി ആയി. അദ്ദേഹം കാഷ്വാലിറ്റി, ഓഫീസർ കാഷ്വാലിറ്റി. ഇനി അരുൺ കേത്രപാലിന്റെ ടാങ്ക് മാത്രമേ ഉള്ളൂ. 5 ടാങ്കുകളാണ് കൗണ്ടർ ചെയ്തിട്ട് കേത്രപാലിനിട്ട് വരുന്നത്. ഇത് വരുന്നത് കണ്ടപ്പോൾ കേത്രപാൽ ഉടനെ തന്നെ സൈഡിലേക്ക് ഫ്ലാങ്കിലേക്ക് മാറി 2 ടാങ്കുകളെ ഒരേ സമയത്ത് നോക്കൗട്ട് ചെയ്തു. 2 പേരും ഫിനിഷായി. ഒന്ന് കംപ്ലീറ്റ്ലി ബ്ലോണപ്പായി, ഒന്ന് ഡിസ്ട്രോയ് ആയി, ഇമ്മോബിലൈസ് ആയി. അപ്പോൾ ആ സമയത്ത് കേത്രപാലിൻ്റെ ടാങ്കിന് ഒരു ഹിറ്റ് കൊണ്ടു. അപ്പോൾ ഇവരുടെ ക്യാപ്റ്റൻ ഉണ്ടല്ലോ, അതിൻ്റെ കമാൻഡർ, അയാൾ പറഞ്ഞു, അരുൺ, അദ്ദേഹത്തിൻ്റെ ടാങ്കിന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. പറഞ്ഞു, അരുൺ നീ ടാങ്ക് വിട്ടുള്ളൂ, ഇതിപ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ അരുൺ കേത്രപാൽ പറഞ്ഞു, സർ എൻ്റെ ഗൺ എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ എന്തായാലും പോകുന്നില്ല. 2 പേരെ ഞാൻ നോക്കൗട്ട് ചെയ്തു, അതിൽ ഗെറ്റ് ദ റെസ്റ്റ് ആൾസോ എന്ന് പറഞ്ഞു. അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റാത്ത ടാങ്കിൽ നിന്നുകൊണ്ട് ഇദ്ദേഹം 3 ടാങ്കുകളെ കൂടി ഡിസ്ട്രോയ് ചെയ്തു. അപ്പോൾ ദാറ്റ് മേക്സ് ഇറ്റ് 5 ടാങ്കുകൾ. അതായത് ഒരു അത്രയും ക്രിട്ടിക്കൽ ഒരു ഇതിലാണ് നിൽക്കണേ അല്ലേ? 2 കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫയർ. അപ്പൊ പിന്നെ അവര് വേറെ അവര് ആർമറിനെ റീഎൻഫോഴ്സ് ചെയ്തു. വീണ്ടും 5 ടാങ്കുകൾ ഒരുമിച്ച് അറ്റാക്ക് ചെയ്തു. നമ്മുടെ അടുത്ത് ഇത്രയേ ഉള്ളൂ, ബാക്കിയുള്ള ടാങ്കുകൾക്ക് എത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇവിടെ ഇവർ ഈ 3 ടാങ്കുകൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. അവരിങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് വെയ്വായിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേന് ഇവരുടെ അപ്പോൾ 5 ടാങ്കുകളെ ഓൾറെഡി ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞു. 6ാമത്തെ ടാങ്കിനെ ഫയർ ചെയ്തു, അത് മിസ്സായി. 7ാമത്തെ ടാങ്കിന് ഒരു ഹിറ്റ് ചെയ്തു. അപ്പോഴത്തേന് കേത്രപാലിന്റെ ടാങ്കിലേക്ക് 2ാമത്തെ ഇത് കൊണ്ടു. ഇനി ഒരു രക്ഷയില്ല, ടാങ്ക് കത്താൻ തുടങ്ങി. പാകിസ്ഥാനികളുടെ ഇതേമായിരുന്നത് കണ്ടപ്പോൾ
ടോട്ടൽ 10 ടാങ്കുകളാണല്ലോ വന്നത്. 7 ടാങ്കുകൾ ഇത് മാതിരിയായി, 3 ടാങ്കുകൾ ഓടി തിരിച്ചുപോയി, അവർ തിരിച്ചോടി. ഇനി 2 ടാങ്കുകൾ മാത്രമേ ഉള്ളൂ. ഈ 2 ടാങ്കുകളും, അതായത് കേത്രപാലിന്റെ ടാങ്ക്, ഓക്കെ, ശത്രുവിന്റെ ഒരു ടാങ്ക്, ഇത് 2 പേരും മാത്രമേ ഉള്ളൂ. 13 ലാൻസേഴ്സ് എന്ന് പറയുന്ന പാകിസ്ഥാൻ ആർമഡ് റെജിമെന്റിന്റെ ടാങ്കുകളായിരുന്നു ഇത്. 2 പേരും ഒരേ സമയത്ത് ട്രിഗർ പുള്ളി ചെയ്തു. കേത്രപാലിന്റെ ടാങ്ക് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആയി. കേത്രപാൽ മരിച്ചു, മറ്റേയാള് രക്ഷപ്പെട്ടു. ഇതെങ്ങനെ എത്ര വ്യക്തമായിട്ട് പറയണമെന്ന് വെച്ചാൽ, അരുൺ കേത്രപാലിന്റെ അച്ഛൻ ബ്രിഗേഡിയർ ML കേത്രപാൽ, അദ്ദേഹം 2001 അദ്ദേഹം ജനിച്ച നാടായ പാകിസ്ഥാനിലെ സർഗോദ എന്ന് പറയുന്ന സ്ഥലത്ത് പോകാൻ തീരുമാനിച്ചു. ഗ്രാമത്തിൽ അങ്ങനെ ക്ലിയറൻസ് ഒക്കെ കിട്ടി. അവിടെ പോയപ്പോൾ അവിടെയുള്ള ഒരു റിട്ടയർഡ് ബ്രിഗേഡിയർ ഇദ്ദേഹത്തെ കണ്ടക്ട് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നു. അങ്ങനെ അയാൾ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഇനി ഇദ്ദേഹത്തെ ഞാൻ കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അദ്ദേഹമാണ് കണ്ടക്ട് ചെയ്യുന്നത്. കണ്ടക്ട് ചെയ്ത് പോകേണ്ട സ്ഥലത്തൊക്കെ പോയി, സർഗോദയിൽ പോയി, എല്ലാം തിരിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, അവസാനത്തെ 3 ദിവസം, ഒരാഴ്ചക്കാണ് മൂപ്പര് പോയത്. അപ്പോൾ ഇയാളുടെ വീട്ടിലെ ഗസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ചെന്നപ്പോൾ ഇവര് സ്പെഷ്യൽ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇദ്ദേഹത്തിന് വീട്ടില് ഈ ബ്രിഗേഡിയർക്ക്. അങ്ങനെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ വളരെ അടുപ്പായി. അവസാനം ലാസ്റ്റ് മൊമെന്റിൽ ഇയാൾ പറയാണ്, ഈ ബ്രിഗേഡിയർ പറയാണ്, ജനാബ് മൈ കുച്ച് കുബോൽ കർണാ ചാഹത്താ ഹൂം. ജനാബ് ചോർ റെസ്പെക്ട് ഉള്ള വേർഡ് കുബോൽ എന്ന് വെച്ചാൽ ഐ വാണ്ട് ടു കൺഫേസ് സംതിങ്. എന്നിട്ട് ഇയാൾ പറയാണ്, ഇറ്റ് വാസ് ഐ ഹൂ കിൽ യുവർ സൺ, നിങ്ങളുടെ മകനെ ഞാനാണ് കൊന്നത്. എന്നിട്ട് പിന്നെ അദ്ദേഹം പറയാണ്, ഈ ഓപ്പറേഷനിൽ നടന്ന വിവരം മുഴുവൻ അയാളാണ് പിന്നെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റിൽ ഞങ്ങൾ 2 പേരും മാത്രമായിരുന്നു ബാക്കിയുണ്ടായത്. അപ്പോൾ 2 പേരും ഒരേ സമയത്ത് ട്രിഗർ പുള്ളി ചെയ്തു. ഞാൻ ജീവിക്കാനായിരുന്നു ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നത്, നിങ്ങളുടെ മകൻ ഷഹീദാവാനും. മാർട്ടയറിനെ ഷഹീദ് എന്നാണ് അവരുടെ ഭാഷയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ അങ്ങേ കാണാൻ ആഗ്രഹിക്കുകയായിരുന്നു, എനിക്ക് അതിന് പറ്റിയില്ല. പക്ഷെ ഇന്നൊരവസരം കിട്ടുന്നു, എനിക്ക് യാതൊരു വിധത്തിലുള്ള റിഗ്രറ്റോ ഒന്നും തന്നെ ഇല്ല. കാരണം അന്ന് ഞങ്ങൾ 2 പേരും സോൾജേഴ്സായിരുന്നു. നിങ്ങളുടെ മകൻ നിങ്ങളുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തു, ഞാൻ എൻ്റെ രാഷ്ട്രത്തിന് വേണ്ടി ഇനി ഒന്നുമില്ല. അങ്ങനെ അദ്ദേഹം വന്നു. അപ്പോൾ ആ ബ്രിഗേഡിയർ ML കേത്രപാലിൻ്റെ ആ നേരത്തെ റിയാക്ഷനൊക്കെ പറ്റിയിട്ട് വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ 21 എന്ന് പറയുന്ന മൂവി ഇത് ചെയ്യുന്നത്. ബാറ്റിൽ ഓഫ് ബസന്തർ പൊതുവെ ഒരു ജനറൽ അസസ്മെന്റ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സക്സസ് സ്റ്റോറിയായിരുന്നു. ശരിക്കും ഈ ഇങ്ങനത്തെ മൂവീസ് ഒരു ജനറേഷനെ തന്നെ ഇങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യും തീർച്ചയായിട്ടും, ഒപ്പം അവരെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യും അല്ലേ. പിന്നെ ഞങ്ങളൊക്കെ ഈ അരുൺ കേത്രപാലിന്റെ കഥ കേട്ടിട്ടാണല്ലോ വളർന്നത്. ഞങ്ങളൊക്കെ ഓഫീസേഴ്സ് ട്രെയിനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന ആ ക്യാമ്പസ് ഉണ്ടല്ലോ, അതിനെ കേത്രപാലിന്റെ, പിന്നെ അരുൺ കേത്രപാൽ ബിൽഡിംഗ് എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം അത് ആ ഒരു അക്കാഡമിയില് അത് തന്നെ ഓർമ്മകൾ തന്നെ മതി അല്ലേ നിങ്ങൾക്ക്. ലോകത്തിൽ എല്ലായിടത്തും പലയിടത്തും അദ്ദേഹത്തിന്റെ ഈ ബസ് സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് പല സ്ഥലത്തും ഒട്ടേറെ. പിന്നെ അരുൺ കേത്രപാൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോഴും ചെറിയ കുട്ടികളുടെ ഇന്ത്യൻ ആർമിയിലുള്ള എല്ലാവർക്കും അറിയുന്നതാണ്. പ്രത്യേകിച്ച് ഓഫീസേഴ്സിനൊക്കെ എല്ലാവർക്കും അരുൺ കേത്രപാലിന്റെ. സി ഹി വാസ് 21 years old. 21 വയസ്സായിരുന്നു ഈ കുട്ടിക്ക്. അവനാണ് ഒരു കോറിനെ പിടിച്ചു നിർത്തുന്നതാണ്. 5 ടാങ്ക് നോക്കൗട്ട് ചെയ്യുന്ന അല്ല എൻ്റെ ഇതിന്റെ പ്രത്യേകത. ഒരു പാകിസ്ഥാൻ ആർമി കോർ ഹാഡ് ടു അബാൻഡൻ ദെയർ ഒഫൻസീവ് പ്ലാൻസ്. സംഗതി മനസ്സിലായില്ലേ? ഒരു കോർ ഒഫൻസീവാണ് അവർ പ്ലാൻ ചെയ്തിരുന്നത്. ബട്ട് ദേ കുഡ് നോട്ട് പ്രോഗ്രസ്. അതിനെ മുഴുവൻ ഇങ്ങനെ തീർച്ചയായിട്ടും എല്ലാ ആളുകൾക്കും അഭിമാനിക്കാനല്ലേ. പിന്നെ ഒരു എന്താ പറയാ, രാജ്യം മുഴുവൻ റെസ്പെക്റ്റോടും എന്താ പറയാ അഡ്മയർ, ഒരു പാഷനേറ്റ് ചെയ്തിട്ടല്ലേ ഇങ്ങനെ. പിന്നെ അപ്പൊ ഞാനിപ്പോ ഇതിൽ വലിയ ഡ്രാമറ്റിക് ആയിട്ടൊന്നും ഞാൻ ഇതിന്റെ ശ്രമിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾ ഇത് കാണുമ്പോഴും ഞങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മളൊക്കെ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയിൽ പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ ചിന്തിക്കുന്ന 21 വയസ്സായിട്ടുള്ള ആ കുട്ടിത്തരത്തില് ചെയ്ത രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്. ഇതൊക്കെ ആരെങ്കിലും ഓർമ്മിക്കുകയാണ് എന്തോ. ജസ്റ്റ് ഇമാജിൻ ഒരു 21 year old ഒരു കിഡ്. ഒരു പക്ഷേ ചിലപ്പോ രാജ്യത്തിന്റെ മൊത്തം ഒരു താളത്തെ തന്നെ തെറ്റിക്കുമായിരുന്നു. കാരണം ഇവരുടെ ഫാമിലി തന്നെ ഇപ്പൊ അച്ഛൻ ബ്രിഗേഡിയർ ആയിരുന്നു, അദ്ദേഹത്തിന്റെ അച്ഛനും ആർമിന്നായിരുന്നു. അപ്പൊ അവർക്ക് ആ ഒരു ട്രഡീഷൻ ഉണ്ട്. അയാൾ പറഞ്ഞു, ഞാൻ ഒരു കാരണവശാലും സറണ്ടർ ചെയ്യില്ല. അയാൾ സറണ്ടർ ചെയ്തില്ല. അത് വളരെ സീരിയസ് ആയിട്ട് ഇഞ്ചേർഡ് ആയിട്ട് അയാളെ ഇവാക്യുവേറ്റ് ചെയ്താണ്. മുക്തിവാഹിനിയിലത്തെ ആ സോൾജേഴ്സ് ഇയാളെ അടിച്ച് കയ്യും കാലൊക്കെ അടിച്ച് തകർത്തി.
തകർത്ത് ലിറ്ററലി. വളരെ വളരെ വാശിയേറിയ ഒരു യുദ്ധമാണ്. അടുത്തത് ഡാക്ക വളയിൽ 2 വിമാനങ്ങൾ പോയിട്ട് ഗവർണറുടെ വീടിനെ തകർത്തു. ഇയാൾ അതിനകത്തുണ്ടായിരുന്നു. ഈ പാവം അവിടുന്ന് ഇറങ്ങി ഊട്ടി. അപ്പോൾ പാകിസ്ഥാന് എങ്ങനെയെങ്കിലും വിക്രാന്തിനെ തകർക്കണം.